ഇല്ല പൊള്ളു പറയരുത്. അന്ന് നിങ്ങൾ 5 ദിവസം കൊണ്ട് അല്ലേ ചോദിച്ചു മൂപ്പരെ കറക്റ്റ് കിട്ടണം ഇവിടെ നിൽക്ക്. അങ്ങനെ പിന്നെ ആൾക്കാർ കണ്ടോട്ടെ, നിങ്ങളെ കണ്ടിട്ടില്ല അന്ന്. ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഇവിടെ എങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ വൃത്തിയിലല്ല പണിയെടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ അധ്വാനിക്കാന്ന് പറയുന്നത് എത്ര ആൾക്കാർ അങ്ങനെ പണിയെടുക്കുന്നുണ്ട് കിണറിന്റെ പണിക്കാർ. അതിന് വേണ്ടി 75 കിലോമീറ്റർ ഓടിയിട്ട് കോഴിക്കോട് കേട്ടോ. ഓക്കെ എന്നാ ഇത് പിടിച്ചോ. മൂപ്പരാട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കിയിട്ട് പോയോ കേട്ടോ. കട്ടാക്കരുത്. മൂപ്പരെന്ത് പറഞ്ഞാലും ഫോൺ റെക്കോർഡ് കട്ടാക്കരുത് കേട്ടോ. മൂപ്പര വണ്ടി തന്നല്ലേ ആണ് പ്രകാശം തന്നെ. അപ്പുറത്താണോ പണിയെടുക്കണല്ലേ? അപ്പുറത്ത് തന്നെ അയ്യോ മണ്ണവിടെ അല്ലിട്ട് മൈക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? കാണുന്നുണ്ടല്ലേ? നല്ല മഴ ഉണ്ടല്ലോ. ഈ പ്രകാശൻ എന്ന് പറഞ്ഞ ആളുകളാ? എന്നെ മനസ്സിലായോ ഞങ്ങൾക്ക്? അല്ല നിങ്ങൾ തമാശിക്കാൻ വേണ്ടിയാന്നല്ല, നിങ്ങൾ ആൾക്കാരൊക്കെ കുറേ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് തന്നെ. അതെന്തിനാ അങ്ങനെ? പിന്നെ അധ്വാനിക്കാന്ന് പറയുന്നത് എത്ര ആൾക്കാരങ്ങനെ പണിയെടുക്കുന്നുണ്ട് കിണറിന്റെ പണിക്കാർ. ചോദിച്ചു നോക്കി പ്രശ്നം ഏതാന്നുള്ളത്. ഞാൻ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കുന്നമംഗലത്ത് വന്നിട്ട് ഞാൻ കുന്നമംഗലത്ത് നിന്ന് 65-75 കിലോമീറ്റർ ഓടിയിട്ട് അങ്ങോട്ട് വരുന്നത്. നിങ്ങളിവിടെ ഉണ്ട് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ പണിയെടുക്കണം എന്താ പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് നിങ്ങൾ വെള്ളം കാണിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട് ശരിയല്ലേ? വീഡിയോ ഇട്ടില്ലേ? പണി വന്നില്ലേ? അതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യുന്ന ഒരു മൈക്കുകളെ വില വെക്കണേ പ്രശ്നമുണ്ടോ? മൈക്കുണ്ടോ? കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. ഉണ്ടോ? അല്ല വെക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. വീഡിയോ എടുക്കണ്ടേ? അന്ന് നിങ്ങളല്ല ഉണ്ടായി, ഞങ്ങളേതൊരു പണിക്കാരായി ഉള്ളത്. ഇല്ല നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരാ അറിയില്ല. ഞാൻ പണിക്കാരെ വിളിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വർക്ക് എടുക്കേണ്ടത് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. നിങ്ങൾ 5 ദിവസം കൊണ്ട് വെള്ളം കാണിച്ചു കൊടുക്കുന്നു പറയും. ഇങ്ങോട്ട് വാ, മൂപ്പരെ കറക്റ്റ് കിട്ടണം ഇവിടെ നിൽക്ക്. അങ്ങനെ പിന്നെ ആൾക്കാർ കണ്ടോട്ടെ, നിങ്ങളെ കണ്ടിട്ടില്ല അന്ന്. ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഇവിടെ എങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ വൃത്തിയിലല്ല പണിയെടുക്കണമെന്ന് പറഞ്ഞ്, അതുപോലെ ചെരുപ്പിട്ട് കിണറിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് 5 ദിവസം കൊണ്ട് ഒരിക്കലും വെള്ളം കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ്, എല്ലാ സ്ഥലത്തും വെള്ളം കാണുമല്ലേ എന്നുള്ള സംശയമാണെന്ന് പറഞ്ഞ് അങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒക്കെ വിശ്വാസമാവണം. ഞാൻ അതിനു വേണ്ടി 75 കിലോമീറ്റർ ഓടിയിട്ട് കോഴിക്കോട് നിന്ന് ഇവിടേക്ക് എന്താ പറയുക സ്ഥലത്തിന് വരുന്ന വെട്ടിച്ചിറ ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ എത്ര ദിവസം നിങ്ങൾ പണിയെടുക്കലോ? 7 ദിവസമായില്ലേ? അങ്ങനെ 5 ദിവസം കൊണ്ട് നിങ്ങൾ പറയാം. കാരണം ഇത് ഒരുപാട് താഴ്ചയാണ്. ഇങ്ങോട്ട് വാ. 24 കോല് ഇപ്പൊ താന്ന്. 24 കോല്. അന്ന് നിങ്ങൾ എത്ര കോല്? അന്ന് 14 കോല്. 14 കോല് 5 ദിവസം കൊണ്ട് കഴിഞ്ഞ്. പൊള്ളു പറയരുത്. ഇല്ല പൊള്ളു പറയരുത്. അന്ന് നിങ്ങൾ 5 ദിവസം കൊണ്ട് അല്ലേ ചോദിച്ചു? 3.5 ദിവസം. 3.5 അങ്ങനെ 5 ദിവസം എന്നുള്ള കറക്റ്റ് ആക്കിയിട്ടാണ് അത് ഉച്ചന്റെ ശേഷം വർക്ക് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇതാണ് നമ്മളെ പ്രകാശ് എന്ന് പറഞ്ഞ ആള്. നമ്മളെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്നത് പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെയാണ് 75 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടാണ്. നമ്മളെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം എന്ന് വെച്ചാൽ 5 ദിവസം കൊണ്ട് കിണർ കുഴിച്ച് കൊടുക്കുമോ, അതല്ലെങ്കിൽ എത്ര ഇങ്ങനെയും വൃത്തിയാക്കി കിണർ കുഴിച്ച് കൊടുക്കുമോ, കുഴിച്ച് കൊടുക്കുന്ന ഏരിയകളിലൊക്കെ വെള്ളം കാണുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനൊക്കെ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. തെറ്റില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോ എത്ര ദിവസമായി? ഇതിപ്പോ 7ാമത്തെ ദിവസം വെള്ളം കണ്ട്. അല്ല ഇന്നലെ വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പൊ 6ാമത്തെ ദിവസം വെള്ളം കണ്ടു. 23 കോല് 24ാമത്തെ കോല് പൊങ്ങിച്ചു. ഇനി കുഴിക്കോ? ഇനി ഇന്നത്തോടെ നിർത്തും. ഇന്നത്തോടെ ഇനിയിപ്പോ 2 കൊല്ലം കൂടി താത്തും. ഇന്നത്തെ ടൈം ഉണ്ടല്ലോ, ഇപ്പൊ സമയം 11 മണിയായിട്ടുള്ളൂ. അന്ന് നമ്മള് വീഡിയോ ഇട്ടത് കരിം വേനലാണ്. ഏകദേശം ഏത് മാസമായിട്ടുണ്ടാവും? ഏത് മാസമായിരിക്കും? 6 മാസമായില്ല. ജനുവരി ഫെബ്രുവരി ആ സമയത്തേറ്റാ അല്ലേ? ആ ഒരു സമയത്താണ് നമ്മളെന്നാ വെള്ളം കണ്ടത്. പക്ഷെ അന്ന് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു 3 മില്യൻ്റെ അടുത്ത വീഡിയോക്ക് തന്നെ വ്യൂസ് ഉണ്ട്. അപ്പോൾ
എല്ലാവരും സംശയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ പടവും കാര്യങ്ങളൊന്നും വൃത്തിയിലാക്കാത്തതെന്ന്. കാരണം ആ വീഡിയോന്റെ ഏറ്റവും അടിഭാഗമാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്. മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് നല്ല ക്ലിയർ ഉണ്ട്, പക്ഷെ അതൊന്നും വീഡിയോയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും അടിഭാഗത്ത് ആ ചീടി മണ്ണുള്ളതാണ് ആ ഒരു പടവിന്റെ വൃത്തികേട് മനസ്സിലാവുന്നത്. പക്ഷെ അന്ന് 3.5 ദിവസം കൊണ്ട് വെള്ളം കണ്ടിട്ടുണ്ട്, ഇത് 6 ദിവസം കൊണ്ട് വെള്ളം കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോ എങ്ങനെയാ വർക്കും കാര്യങ്ങളൊക്കെ? വർക്ക് കുഴപ്പമൊന്നുമില്ല. വർക്ക് ഇങ്ങനെ എല്ലാവരും നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതുപോലെ തന്നെ എല്ലാ ഏരിയയിലേക്കും നിങ്ങൾ വരുന്നില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണം പറഞ്ഞു. അത് എന്താ സംഭവം വെച്ചാൽ എല്ലാ വർക്കുകളും നമ്മളിപ്പോ 7 സൈറ്റിലെ മെഷീനുകളുണ്ട്. 7 സൈറ്റില് ഒരു 35 വർക്ക് പണിക്കാരെ വെച്ചിട്ട് ചെയ്യാനുള്ള മെഷീനുകളുണ്ട്. കണ്ണൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കോഴിക്കോട്, തൃശ്ശൂര്, എല്ലാ ഏരിയയിലും ചെയ്തിട്ടുണ്ട്. എല്ലാ ഏരിയയിലും അതൊക്കെ തെളിവുണ്ട്. എന്റെ അടുത്ത് വീഡിയോ ഉണ്ട്, ഫോണിലാണ് അതൊക്കെ. അതൊന്നും നമ്മളെ ഈ വീഡിയോ കാണുന്ന ആരുണ്ടെങ്കിലും ഫോൺ എടുക്കും, ഞാൻ വർക്ക് ചെയ്യും. ഏകദേശം ഇത് സ്ഥാനവും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മളൊരു ആളുണ്ട്, സ്ഥാനം നോക്കിയിട്ട് മൂപ്പരാണ് നമുക്ക് ഇപ്പൊ ഒരു 10-100 കിണർ. നിങ്ങൾ അത് പറഞ്ഞിട്ട് അന്ന് എനിക്ക് വിശ്വാസമല്ലായിട്ട് അൻസാർ എന്നുള്ള ആള് പേര്, അൻസാറിനെ ഞാൻ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് അദ്ദേഹം കണ്ട് 10 വർഷമായിട്ട് ഇതില് ആള് നിൽക്കുന്നുണ്ട് പറഞ്ഞു. അദ്ദേഹം വിളിച്ച ഇതേവരെ എല്ലാ ഏരിയയിലും വെള്ളം കണ്ടിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പോയി ഒരു സൈറ്റിൽ പോയി നോക്കി, അവിടെ വീട്ടുകാരോട് സംസാരിച്ചിട്ടാണ് എന്താക്കി ഞാൻ ഉറപ്പുവരുത്തി. കാരണം പിന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു വെള്ളം കാണുമോ എങ്ങനെയാണുള്ളത്. വീട്ടുകാരെ കിട്ടും, വീട്ടുകാരോട് ചോദിക്കാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് പറയണല്ലോ, 6 ദിവസം 7 ദിവസം കൊണ്ട് കണ്ടെന്നുള്ളത്. അപ്പൊ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഇയാള് പറയുന്നേ ഇവിടെ 7 ദിവസം കൊണ്ടാ വെള്ളം കണ്ടത്. അങ്ങനെ തന്നെയാണോ? നിങ്ങൾ വീട്ടിലല്ലേ, നിങ്ങൾക്കുള്ളല്ലേ കിണറ്? 7 ദിവസം കൊണ്ടാണോ? 7 ദിവസം കൊണ്ടാണ് കിണറ്. അപ്പൊ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നോ? ഈ വെള്ളമുള്ള ഏരിയ തന്നെയായിരുന്നു. കുറവുണ്ടാവും. നമ്മളെ ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ വിശ്വസിച്ചിട്ട് എടുക്കട്ടെ. നമ്മളെ വീട്ടിലെ ഇവരുടെ കിണർ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തേടി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. കാശേട്ടാ, നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കണോ? ഓക്കെ. അപ്പോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ എന്തോന്നും പറഞ്ഞല്ലോ, കിണറല്ലാണ്ട് എന്തും ചെയ്ത് കൊടുക്കും. കെമിക്കൽ ഉപയോഗിച്ചിട്ട് പാറകൾ പൊട്ടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭൂമി സത്യം പറയാലോ, ഞാൻ എന്റെ പുറന്റെ സൈഡിലൊരു പാറ ഉണ്ടായിരുന്നു, പൊട്ടിക്കാൻ 6 ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നടന്നില്ല. പിന്നെ ലാസ്റ്റ് ആരോ ഒരു കെമിക്കലൊക്കെ വെച്ച് പൊട്ടിച്ച് മുക്കാ ഭാഗ്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കും. തീർച്ചയായിട്ടും എല്ലാം ചെയ്തു. അതിനൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ അതും ചെയ്യാതിരിക്കണമല്ലോ. എല്ലാ വർക്കുകളും ഭൂമി ചെയ്യുന്ന എല്ലാ അങ്ങനത്തെ പാറകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പൊട്ടിച്ചെടുക്കും. നിങ്ങൾ പൊട്ടിക്കുന്ന ഏതാ വീഡിയോ ഉണ്ടോ? നമുക്കൊന്ന് പൊട്ടിക്കാൻ. ഓക്കെ, ഇവര് പൊട്ടിക്കുന്ന വീഡിയോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കി തരാം. അങ്ങോട്ട് വാ. അപ്പോൾ വീഡിയോയിൽ കാണാം ഇതിന്റെ വർക്ക് കിട്ടും. വർക്ക് എന്ന് പറഞ്ഞാൽ സൈഡ് ഭാഗത്തൊക്കെ മണ്ണിന്റെ ഉറപ്പ് കൊണ്ടുള്ള ഇതാണ്. അപ്പാ ഇതൊരു അഡാറ് കിണർ തന്നെയാണല്ലോ. രണ്ടുപേരും ഇറങ്ങി പോകുന്നോ ഒറ്റ കൊട്ടയിൽ. ഇവിടെ വില പ്രത്യേകത റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഇറക്കാല്ലേ. അടിയിലാ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, അടിയിൽ നല്ല വെള്ളം കാണുന്നുണ്ട്. നല്ല കിനിച്ചിലുണ്ടല്ലോ അല്ലേ? എല്ലാ ഭാഗത്തൂടെയും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ വെള്ളം വർഷക്കാലത്ത് കളക്കുമെന്ന് ഇപ്പൊ ഇത്രയും നമ്മള് താത്തില്ലേ. ഇവിടെ മാക്സിമം വേനൽക്കാലത്ത് കളിച്ചാലോ ഈ 10-24 കോല് താവുള്ളൂ. ഈ ടൈമിൽ 10-24 കോല് താവുള്ളൂ. അത്ര മതി. അപ്പൊ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് വെള്ളം കണ്ടെന്ന് വിചാരിക്കേണ്ടത്. കാരണം ഇതിപ്പോ ഇത് മെഷീനറി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും താത്തി. ഇനി വെള്ളത്തിന് ഇതുണ്ട് തന്നെ നമ്മുടെ അടുത്ത് മോട്ടറും സമയം ഒക്കെ സംവിധാനമാണ്. ഇത്ര ഈ സൈഡുകളൊക്കെ കണ്ടില്ലേ, ഈ സൈഡൊക്കെ പക്കാ ഫിനിഷിങ് ആക്കിയിട്ടാണ് വെച്ചത്. ഇത് പറഞ്ഞിരുന്നു ഇവര് കൈപ്പണി ഉപയോഗിച്ച്, അതായത് കൈക്കോട്ടി പിക്കാസ് അങ്ങനത്തെ ഉപകരണങ്ങൾ വെച്ചിട്ടല്ല, ഇപ്പം കംപ്രസർ വെച്ചിട്ട് നമ്മൾ പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കംപ്രസർ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കിണർ കുഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടോ ഇത്ര സ്പീഡ് വരുന്നത്. അത് തന്നെ 4 ദിവസം 5 ദിവസം കൊണ്ട് അതിൽ നിന്ന് വെള്ളം ഡ്രം വെച്ചിട്ടാണ് കോരുന്നത്. ഇത് കോരുന്നത് തന്നെ മാൻ പവർ അല്ല, മെഷീൻ പവറാണ്. അവിടെ അത് കാണിച്ചു തരാം. അത് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വലിച്ചെടുക്കുന്നത്. അത് വേറൊരു വീടിന് മുറ്റത്താണ്. ഇവിടെ കണ്ടോ ഈ ചുറ്റുപാടൊക്കെ 4-5 വീടുകളൊക്കെ ഒരുമിച്ചാണ്. സാധാ കൊട്ടനങ്ങളിൽ ഒരു 5-6 എണ്ണം കൂടുതലായിട്ട് വരാൻ പറ്റിയ 8-10 കൊട്ട മണ്ണ് പോകും. 8-10 കൊട്ട ഒരൊറ്റ ഇതിൽ വരൂലേ. വീട്ടിലെ പാറ പൊട്ടിച്ചെന്ന് പറഞ്ഞ സമയത്ത് പ്രകാശം നിങ്ങൾ പ്രകടനം പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ആ ശല്യമില്ലാണ്ട് പൊട്ടിക്കുന്ന പാറ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ മരുന്നും കാര്യമൊക്കെ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. കെമിക്കൽ. അപ്പൊ അടുത്തുള്ള അയൽവാസിയൊക്കെ അല്ലെങ്കിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യം ഉണ്ടാവില്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡിലുള്ള മതിലിനോ വീടിനോ ഒന്നും ഇത് ബാധിക്കൂല. അല്ലാതെ കംപ്രസർ വെച്ച് പൊട്ടിക്കുന്ന സമയത്താണ് ജെർക്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മറ്റിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വീടിന് വിള്ളല് കാര്യങ്ങളൊക്കെ വരിക. ഇതിപ്പോ എങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത്? ഒന്നുമില്ല. ഇതിപ്പോ കംപ്രസർ കുയ്യടിക്കണേ
ഒരു കെമിക്കൽ എന്ന് പറഞ്ഞൊരു പൊടിയാണ് നമ്മള് സിമെന്റ് ഒക്കെ മാതിരില്ല അത് ഇതിൽ നിറച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് പാറ തന്നെ തല ഇങ്ങനെ പൊട്ടിയിട്ട് അടർന്നോളൂ. പിന്നെ അതുകൊണ്ട് എടുത്താൽ മതി, ഇരുമ്പൽക്കരി കുത്തി പോയൊക്കെ എടുക്കാം, സുഖമായിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്, സിമ്പിൾ പരിപാടി. അപ്പം പല ബുദ്ധിമുട്ടില്ല. ഇപ്പൊ വീടിന്റെ തറ കീറുകയാണെങ്കിൽ അതിൽ പാറ വരും, ഇല്ല കക്കൂസ് കുത്തിനോടത്താണെങ്കിൽ പാറ വരും, എന്തെങ്കിലും താത്തിനോടത്ത് ഇങ്ങനത്തെ പാറ വരികയാണെങ്കിൽ നമുക്കത് എടുക്കണം. അപ്പൊ കിണറിലുള്ള ഇങ്ങനെ തന്നെ പൊട്ടിക്കാൻ പറ്റുമോ? കിണറിലുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൊട്ടിച്ചാൽ അത് വെള്ളത്തിന് ബാധിക്കും. വെള്ളത്തിന് കിണറ്റിൽ പറ്റൂല, പറ്റൂല. കാരണം അത് നനവായി കഴിഞ്ഞാൽ വീണ്ടും കിട്ടൂല. ഇത് സിമെന്റ് കട്ടാവണം. നിങ്ങൾ ഏരിയകളിൽ ഏതെങ്കിലും ഇങ്ങനെ പാറ പൊട്ടിക്കാൻ, അതായത് വീടിനോട് ചേർന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട്, അതായത് പാറ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ പ്രകാശന അതിനും കോൺടാക്ട് ചെയ്യട്ടെ. കാരണം വെച്ചാൽ ഇവരെടുത്ത് അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാ, പൊട്ടിക്കുന്ന ഇല്ലീഗലായിട്ട് വിഷയമൊന്നുമില്ലല്ലോ, അങ്ങനത്തെ ഒരു വിഷയം ലീഗലാണ്. കാരണം ഇതിപ്പോ അങ്ങനത്തെ ഒരു സാധാ സിമെന്റ് ആണ്. ഇത് കണ്ടില്ല, ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താ ഇപ്പൊ ഇതൊക്കെ വെണ്ട് കീറി എടുക്കുന്നതാണ്. ഇനി ഇതുകൊണ്ട് അടർത്തി എടുത്താൽ മതി. ഇതുപോലുള്ള വിള്ളലായിട്ടാണ് ഇങ്ങനെ വരിക. നമുക്ക് തോന്നുന്നു അടർത്തി ഓരോ പീസായിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് ഫുള്ള് അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇതുപോലുള്ള ഇത് ഫുള്ള് അങ്ങനെ തന്നെ ചെയ്ത് വെച്ചതാണ്. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതാ ഇങ്ങനത്തെ പീസായിട്ട് പീസായിട്ട് കിട്ടും. ഇതാണ് അതിന്റെ പൊടി സിമെന്റ്. ഇതാണ് നിങ്ങളാ കെമിക്കൽ. ഇതാണ് ആ കെമിക്കൽ അല്ലേ? ഇതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു വീടിന് എന്തെങ്കിലും അടുത്ത് വീടോ അല്ല കല്ല് പൊന്തേ കല്ല് മാറിയ അങ്ങനത്തെ ഒരു സൗണ്ട് പരമായിട്ട് ഒന്നും ഒരു സൗണ്ട് ഉണ്ടാവില്ല. ആരും അറിയില്ല. സൈലന്റ് കില്ലിംഗ് എന്നൊക്കെ പറയല്ലേ, പാറയെ അങ്ങനെ സൈലന്റ് ആയിട്ട് കൊല്ലാം. അതാണ് പഠിപ്പിക്കുന്നത്. ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും അത് നമുക്ക് വിശ്വസിക്കാനുള്ള കോലത്ത് ചെയ്യണമെന്നാ. കഴിഞ്ഞ നമ്മൾ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർക്ക് വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇതിന് ഉടമ എവിടെ? ഇങ്ങോട്ട് വരി. നിങ്ങളെ പേരെന്താ? അബ്ദുൽ ഷുക്കൂർ. അപ്പോൾ നിങ്ങളെ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ കിണർ കുഴിച്ച്. അപ്പം ഈ കിണറിൽ വെള്ളമൊക്കെ കണ്ടിട്ട് എങ്ങനെ? നല്ല വെള്ളമാണ്, ഇഷ്ടപ്പെട്ടു, റാഹത്തായിട്ടില്ലേ? ഇത് ഏകദേശം എത്ര വട്ടുണ്ട്? 12 കോലുണ്ട്. 12 കോലുണ്ട്. വട്ടം 12. അപ്പോൾ അടി ആഴ്ച എത്ര ഉണ്ട്? 19.5 കോല് താഴ്ചണ്ട്. ഇതിന് പാറ കുടുങ്ങിക്കണോ? ഇതിന് പാറില്ല, അടി പാറ കുടിക്കില്ല. നല്ല ക്ലിയർ ഉള്ള വെള്ളമാണല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. ഏതായാലും ഈ വെള്ളം നിലനിർത്തി കൊടുക്കട്ടെ, അതാണ് എല്ലാവരെയും ആഗ്രഹം. വെള്ളം ഒന്ന് കാണിച്ചു കൊടുക്കുക കയ്യിൽ കേട്ടോ, ഒന്ന് കാണിച്ചു കൊടുത്ത വെള്ളം ഇതാ ജാതി. ഏതായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചാൽ ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണണം. അതിങ്ങനെ വേനൽക്കാലമായാലും ഫുൾ ടൈം വെള്ളം വേണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൽ വിളിക്കുന്ന ആർക്കും നിങ്ങൾ മറുപടി കൊടുക്കണം. ചെയ്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞതിന് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. അപ്പം നാടൻ പണിക്കാരെ നമ്മൾ താഴ്ത്തി കെട്ടിയ ഒന്നും അല്ല കേട്ടോ. കാരണം ഇതുപോലുള്ള പണികൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ പാറകൾ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ പല ടൈപ്പ് മണ്ണുകളായിരിക്കും, കല്ല് കൂടിയ മണ്ണായിരിക്കും. അങ്ങനത്തേനൊക്കെ ബെറ്ററായിട്ട് ഇതുപോലെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 5 ദിവസം 3.5 ദിവസത്തെ അന്ന് നമ്മളെ വീഡിയോ ഇട്ടത് ഏകദേശം 3 മില്യൺ അടുത്തോളം വ്യൂസ് വന്ന ആ ഒരു വീഡിയോ ഏകദേശം 3.5 ദിവസം കൊണ്ട് വെള്ളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 14 അടിയല്ലേ? 14 കോല് താഴ്ചയിലായിരുന്നു അന്ന് 3.5 ദിവസം കൊണ്ട് വെള്ളം കണ്ടത്. അത് ഞാൻ വീഡിയോ കിണർ കുഴിക്കുന്നത് മുതൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ അന്ന് പോയി എടുത്തിരുന്നു. ഇവരെ എനിക്കറിയില്ല, ഞാൻ അന്ന് ഇവരെ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങളെ പണിക്കാരനില്ലേ അന്നുണ്ടായിരുന്നു, ഇവരുടെ പണിക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ആ വീഡിയോ എടുത്തു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്ലോട്ട് ആയതുകൊണ്ട് അവിടെ സ്ഥലത്ത് പോയിട്ട് ഇവർ കിണറിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്തായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ കിണർ വെള്ളം കണ്ട ദിവസവും ഞാൻ അന്ന് പോയി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, 5 ദിവസം കൊണ്ട് വെള്ളം കാണോ? അത് ചില ആഴ്ച അല്ലെങ്കിൽ താഴ്ച കൂടുന്തോറും ചിലപ്പം അത് 4 ദിവസം, 5 ദിവസം, 6 ദിവസം, ചിലപ്പോൾ 10 ദിവസം വരെ നീളാൻ സാധ്യതയുണ്ട്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് അതുപോലെ വെള്ളം കാണും, ഉറപ്പ് പോലെ ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായി എന്ന് വിചാരിക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ സ്ഥലം കാണാനുള്ള ആളെ നമ്പർ അൻസാർ ഭായിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ.